വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വി.പി. കുഞ്ഞുമൊയ്തീൻകുട്ടി മൗലവിയുടെ മദ്രസ, കൊച്ചു മദ്രസയിൽ നിന്ന് തുടങ്ങിയ സ്ഥാപനം 55 വർഷങ്ങൾക്ക് ശേഷം എത്തി നിൽക്കുന്ന സ്ഥാപന സമുച്ചയമാണ് നാം ഇവിടെ കാണുന്നത്. 55 വർഷത്തിന് ശേഷം ഇനി നാം കാണുന്ന 50 വർഷം, ആ 50 വർഷത്തിൻ്റെ ആ വിഷൻ്റെ ബാറ്റൺ എടുത്ത് വാങ്ങുകയാണ്, കൈമാറുകയാണ് ഗ്രേറ്റർ വിഷൻ എന്ന് പറയുന്ന ഈ ഒരു സപ്പോർട്ട് ടീം ശരിക്കും ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന 50 വർഷത്തെ കുട്ടികൾ നമ്മളിതുവരെ കണ്ട കുട്ടികളല്ല. അവർ സി ജനറേഷൻ്റെയും ആൽഫ ജനറേഷനിലുള്ള കുട്ടികളാണ്. ഇവിടെ പറഞ്ഞ വിദ്യാഭ്യാസ സങ്കല്പത്തെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ കാലികമായ ഭാഷയിൽ, അവർക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ അവരോട് സംവദിച്ചുകൊണ്ട് ലോകോത്തരമായ എഡ്യൂക്കേഷണൽ സംവിധാനത്തിന് അനുരൂപമായി അവരെ വളർത്തിയെടുക്കുകയും അവരെ ലോക പൗരന്മാരല്ല, ലോകത്തിലെ നേതാക്കന്മാരാവുക, ഗ്ലോബൽ ലീഡേഴ്സ് ആക്കുക എന്നുള്ളതാണ് ഗ്രേറ്റർ വിഷൻ്റെ പ്രഖ്യാപനം. ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഇന്ന് അത്തരത്തിലുള്ള ചലനങ്ങളിലൊക്കെ പറയുന്ന ഹോളിസ്റ്റിക് ചൈൽഡ്, ഹോളിസ്റ്റിക് ടീച്ചേഴ്സ്, ഹോളിസ്റ്റിക് ലേണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി.ടി. അബ്ദുൽ സാഹിബ് ഇവിടെ സംസാരിച്ച ചില വസ്തുതകളുണ്ട്. ഒന്ന്, മനുഷ്യനും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും പ്രപഞ്ചനാഥനുമായുള്ള ബന്ധം, മനുഷ്യരും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെ പറയുന്ന രീതിയിൽ ഇനി വരുന്ന തലമുറയിലുള്ള ഈ നേതൃത്വത്തിലേക്ക് വരുന്ന ആളുകൾ അവർ ഇൻ്റലക്ച്വലി കോമ്പിറ്റൻ്റ് ആയിരിക്കും. ഈ ലോകത്ത് അവർ ഏത് കാലത്താണുള്ളത് അവിടെ വരുന്ന കാര്യങ്ങളോട് നേതൃത്വത്തിലേക്ക് എക്സലൻ്റായി പെർഫോം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവർ ബുദ്ധിപരമായി കോമ്പിറ്റൻ്റ് ആയിരിക്കും. അവർ വൈകാരികമായി അവർ സ്റ്റേബിൾ ആയിരിക്കും, ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും. അവരുടെ സഹജീവികളോടും ഈ പ്രപഞ്ചത്തോടും മറ്റ് കാര്യങ്ങളോടുമൊക്കെ അവർ പ്രതികരിക്കുന്നത് ഒരു സ്റ്റേബിൾ വൈകാരികമായ രീതിയിലായിരിക്കും. അവർ സോഷ്യലി, സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരായിരിക്കും, സോഷ്യലി ഇൻവോൾവ്ഡ് ആയിരിക്കും. അവർ സ്പിരിച്വലി സ്റ്റേബിൾ ആയിരിക്കും, ആത്മീയമായി മൂല്യങ്ങളുള്ള ഈ ലോകത്തെ നയിക്കുന്ന ആളുകളായിരിക്കും. എന്ന് മാത്രമല്ല, ഈ രംഗത്ത് സമഗ്രമായിക്കൊണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റിയിൽ ലോകം കാണുന്ന വിദ്യാഭ്യാസ ചലനത്തിൽ മാനുഷിക മൂല്യത്തോടു കൂടി, എന്താണോ ലോകത്ത് നഷ്ടപ്പെടുന്നത് ആ മാനുഷിക മൂല്യങ്ങളോട് കൂടിയുള്ള ഒരു തലമുറയെ ലോകത്തിൻ്റെ നേതാക്കന്മാരായി വളർത്തുക എന്നുള്ളതാണ് ഈ ഗ്രേറ്റർ വിഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വിഷനിൽ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കഫാലത്തുൽ ഐത്താം എന്ന് പറയുന്ന അനാഥ സംരക്ഷണത്തിൻ്റെ ഭാഷയെ തന്നെ, അതിൻ്റെ പരിപ്രേക്ഷ്യത്തെ തന്നെ നമ്മൾ പുനർനിർവചിക്കുകയാണ്. അതായത് ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞ് അവർക്ക് എവിടെയെങ്കിലും, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടോടുകൂടി എവിടെയെങ്കിലും എത്തുക എന്നതിനേക്കാൾ ഉപരി വരുന്ന വിദ്യാർത്ഥികളെ അവരുടെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായ കരിയർ അസസ്മെൻ്റ് നടത്തി അവർക്ക് ഇവിടെയുള്ള സ്ഥാപനത്തിലുള്ള ഈ വിദ്യാർത്ഥികൾ കേരളത്തിലെയും കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെയുള്ള ഏറ്റവും ബെസ്റ്റ് പൈനിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തുകയും ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ അവർക്ക് എത്താവുന്ന രീതിയിലുള്ള കരിയർ മാപ്പിങ്ങും കരിയർ ഗൈഡൻസും കരിയർ കോച്ചിങ്ങും ഒക്കെ കൊടുത്ത് ചെയ്യുകയാണ് ഈ ഗ്രേറ്റർ വിഷൻ്റെ ഭാഗമെന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ മോഡൽ സ്കൂളും ഈ കാണുന്ന യൂണിറ്റി കോളേജും എന്ന് പറയുന്നത് അടുത്ത 25 വർഷം നമ്മളിതിൻ്റെ ആഘോഷങ്ങൾ നടത്തുന്ന സമയത്ത് ഇതിൻ്റെ അലുമിനി ആയിരിക്കും ഈ പ്രോഗ്രാമുകൾ നടത്തുന്നത് എന്നുള്ളതാണ്. അവർ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ആളുകളായിട്ട് വരിക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിൽ വളരെ പ്രധാനമായ ഈ സ്ഥാപനങ്ങളെ ഇങ്ങോട്ട് ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗത്തു നിന്നും ആളുകൾ, കുട്ടികൾ അന്വേഷിച്ചു വരികയും ഇവിടെ വരുന്നവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുകയും അങ്ങനെ ഈ വിത്ത് കായാവുകയും കായ് തന്നെ വീണ്ടും വിത്തായി വളമായി മാറുക എന്ന് പറയുന്ന ഒരു വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതിയാണ് ഗ്രേറ്റർ വിഷൻ ഉദ്ദേശിക്കുന്നത്. ഭാവനയിൽ കാണുന്നത് 1 വർഷമേ ആയിട്ടുള്ളൂ ഗ്രേറ്റർ വിഷൻ എന്ന് പറയുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ സംസാരിച്ച പ്രധാനപ്പെട്ട എല്ലാവരുടെയും വാക്കുകളിൽ
ഗ്രേറ്റർ വിഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തെ പറ്റിയിട്ടുള്ള പ്രതീക്ഷകളുണ്ടെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന വർഷങ്ങളിൽ അത് ഇതിനേക്കാൾ കൂടുതൽ ചെയ്തുകൊണ്ട് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തും. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.